പോകുന്ന തെരഞ്ഞെടുപ്പ് കാലം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ കടമ്പകൾ കടക്കേണ്ട സമയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങളും രാഹുൽ ഗാന്ധിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുമൊക്കെ വലിയ രീതിയിൽ പാർട്ടിയെ പിടിച്ചു കുലുക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഭരണ തുടർച്ച ഉറപ്പാക്കാനും സംഘടനയ്ക്ക് പുതുജീവൻ പകരാനും രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് രംഗത്തെത്തും. ബീഹാർ മാതൃകയിൽ സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിലൂടെയും സഞ്ചരിക്കുന്ന മഹായാത്രയ്ക്കുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഇതിനോടകം ആരംഭിച്ചിരിക്കുകയാണ്. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും സജീവമായി പങ്കെടുക്കുമെന്നാണ് സൂചന. ഡു ഓർ ഡൈ മനോഭാവത്തിലാണ് ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് വരുന്നതെന്നും പാർട്ടിയുടെ പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിർദ്ദേശമാണ് ഇതിന് പിന്നിലെന്നുമുള്ള ചില വിവരങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. ഒട്ടും സംശയമില്ലാതെ പറയാം, തിരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിൽ ഭരണ തുടർച്ച ഉറപ്പാക്കുക വലിയ കടമ്പയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിലെ ഈ ഇഴയലും രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും പാർട്ടിയെ വലിയ രീതിയിൽ പിടിച്ചുലച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കേരളത്തിൽ വലിയൊരു ഷോ ഓഫ് ഫോഴ്സ് ഒരുക്കുന്നത്. ബീഹാർ മാതൃകയിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലൂടെയുള്ള മഹായാത്ര സംഘടിപ്പിക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇത്തരം യാത്രകൾ പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടം കൊടുക്കുമോ എന്നത് വലിയ ചോദ്യം തന്നെയാണ്. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയെ കൂടി സജീവ പ്രചാരകയാക്കി മുന്നോട്ടു പോകാനാണ് ശ്രമം. എന്നാൽ കോൺഗ്രസിനെ താഴെത്തട്ടിൽ ശക്തമാക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് പോരുകളാൽ വിറങ്ങലിച്ചിരിക്കുന്ന പാർട്ടിയുടെ നിലവിലെ അവസ്ഥ കണ്ടാൽ ഇത് വെറും പ്രതീക്ഷകൾ മാത്രമായി തീരാനുള്ള സാധ്യത കൂടുതലാണ്. ഡു ഓർ ഡൈ മനോഭാവത്തിലാണ് ഹൈക്കമാൻഡ് കേരളത്തേക്ക് വരുന്നതെന്നും മുസ്ലിം ലീഗിന്റെ നിർദ്ദേശം തന്നെയാണിതെന്നും പറയുന്നുണ്ടെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത കോൺഗ്രസിൽ ആഭ്യന്തര സംഘർഷങ്ങളും നേരിടുമ്പോൾ പുറത്തുനിന്ന് വരുന്ന നേതാക്കളുടെ യാത്രാ പ്രകടനം മതിയായ മാറ്റം സൃഷ്ടിക്കുമോ എന്നത് സംശയമാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും കൊച്ചിയിലും മലബാറിലും വീടുകൾ വാടകയ്ക്കെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ഹോട്ടലിൽ താമസിച്ച് പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് പകരം വീടുകളിലൂടെയാണെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതിലൂടെ ചെലവ് കുറയ്ക്കുന്നുവെന്നോ അത്യാഡംബരം വേണ്ട എന്നോ പറയുന്നത് വെറും PR ഗിമിക്കായി മാത്രം തോന്നുകയാണ്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള 3 AICC സെക്രട്ടറിമാരും ഈ വീടുകളിലായിരിക്കും താമസിക്കുക എന്നാണ് വിവരം. വീടുകളുടെ പരിപാലനം ചുമതല KPCCക്ക് ആയിരിക്കും. സംസ്ഥാനത്ത് എത്തുന്ന AICC ജനറൽ സെക്രട്ടറിമാരെല്ലാം ഹോട്ടലുകളിലാണ് തങ്ങിയിരുന്നത്. വീരപ്പ മൊയ്ലി, ഗുലാം നബി ആസാദ്, മധുസൂദനൻ മിസ്ത്രി തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം സംസ്ഥാനത്ത് എത്തിയാൽ നിശ്ചയിച്ചിരുന്ന പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇതുവരെയുള്ള പതിവ്. ഇതിനാണ് ഇപ്പോൾ മാറ്റം വരുത്തുന്നത്. ഇപ്പോൾ നേരിട്ട് ക്യാമ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും സംസ്ഥാന കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നമായ ഗ്രൂപ്പ് പോരിനും നേതൃത്വ ശൂന്യതയ്ക്കും ഇതൊന്നും മറുപടി നൽകുന്നില്ല. ദീപാദാസ് മുൻഷി ജില്ലകളിൽ നടത്തുന്ന യോഗങ്ങളിൽ പങ്കെടുത്ത് രണ്ടാം നിര നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നത് പുതിയ കാര്യമായി തോന്നുമെങ്കിലും തെലങ്കാനയിൽ ചെയ്ത മാതൃകയെ കേരളത്തിൽ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് മാത്രം വിജയമുണ്ടാകില്ല എന്നതാണ് ഇവിടെയുള്ളവർക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാർട്ടി ഘടനയും അടിസ്ഥാനപരവുമായി വേറിട്ടതാണ്, ഒരുപാട് വ്യത്യസ്തപ്പെട്ടതാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ യാത്രകളും വാടക വീടുകളും കോൺഗ്രസിന് രക്ഷയാകില്ല. പാർട്ടിയുടെ ആഭ്യന്തര കലഹവും നേതൃ ദൗർബല്യവും പരിഹരിക്കാത്തിടത്തോളം ഭരണ തുടർച്ച സ്വപ്നമായി തന്നെ അവശേഷിക്കുകയും ചെയ്യും. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ ഭരണം വീണ്ടും നഷ്ടപ്പെടുത്തുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് കോൺഗ്രസിനും നന്നായി അറിയാം. ദേശീയ തലത്തിൽ പോലും ഇത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നും അവർക്കറിയാം. ഈ സാഹചര്യത്തിലാണ് രാഹുൽ യാത്രയുമായി കേരളത്തിലെത്തുന്നത്. എന്നാൽ പുറത്തേക്കുള്ള ഉണർവും ജനപിന്തുണയും ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില നീക്കങ്ങൾ കാണിച്ചാലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ മന്ദഗതിയും നേതൃത്വ ശൂന്യതയും കൊണ്ട് വിമർശിക്കപ്പെട്ട വ്യക്തിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ രാജ്യത്താകെ കോൺഗ്രസിന് കിട്ടിയ പരാജയങ്ങളിൽ വലിയ പങ്ക് രാഹുലിന്റെ അരക്ഷിതമായ നിലപാടുകൾക്കും കാലതാമസത്തിനും തന്നെയാണെന്ന് നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള
ഒരാളിൽ കേരളം മാത്രം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ വെക്കുമോ? ഹൈക്കമാൻഡ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ബീഹാർ മാതൃകയിലെ യാത്രകൾ, 14 ജില്ലകളിലൂടെയുള്ള മഹാപ്രചരണം എന്നിവ കേൾക്കുമ്പോൾ വലിയ പരിപാടി പോലെയൊക്കെ തോന്നാം. പക്ഷേ യാത്രകളും സ്റ്റേജുകളും കൊണ്ട് മാത്രം പാർട്ടിയുടെ ജീവൻ തിരികെ കൊണ്ടുവരാനാകില്ല. കേരളത്തിലെ കാര്യം മാത്രം എടുത്തതുകൊണ്ട് തന്നെ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കി എടുത്ത ഗ്രൂപ്പ് പോരെ എങ്ങനെ രാഹുൽ ഗാന്ധിയും നേതൃത്വവും മറികടക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. മുസ്ലിം ലീഗ് പോലും ഹൈക്കമാൻഡിനോട് ഡു ഓർ ഡൈ നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ലീഗിന്റെ സമ്മർദ്ദം മാത്രം മതിയാകില്ല. സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള കലഹവും നേതൃ ദൗർബല്യവും പരിഹരിക്കാതെ പുറത്തുനിന്ന് വരുന്ന പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ മുഖം മാത്രം ആശ്രയിക്കുന്നത് വെറും മണ്ടത്തരം മാത്രമാണ്. ജനങ്ങൾക്കറിയാം, വാടക വീടുകളോ ഹോട്ടൽ താമസമോ കൊണ്ടല്ല പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്നത്. കരുത്ത് തെളിയിക്കേണ്ടത് പാർട്ടിയുടെ പ്രവർത്തനത്തിലൂടെയും നേതൃത്വത്തിലെ വ്യക്തതയിലൂടെയുമാണ്. അതായത് കേരളത്തിൽ ഭരണ തുടർച്ച നേടുക കോൺഗ്രസിന് അത്യന്തം ദുഷ്കരമായ ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും പാർട്ടിയുടെ ആഭ്യന്തര കലഹവും കോൺഗ്രസിന്റെ ഭാവിയെ തന്നെ സംശയത്തിലാക്കിയിട്ടുണ്ട്. കേരളം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനം എന്ന് പറയാം. എന്നാൽ ഇവിടെ പോലും പാർട്ടി അധികാരം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് വെറും സംസ്ഥാനതല പരാജയമല്ല, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ നിലനിൽപ്പിന് വലിയ തിരിച്ചടിയായി തീരും. അത് കോൺഗ്രസിനും അറിയാം.